നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചെങ്കോട്ട പാർക്കിംഗ് ലോട്ടിൽ ബോംബ് നിർമ്മിക്കാൻ ഉമർ എടുത്തത് വെറും 10 മിനിറ്റ്. ഡോക്ടർ മോഡ്യൂളിന്റെ പിന്നാമ്പുറ കഥകൾ ഇങ്ങനെ. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ഹാൻഡ്ലറിൽ നിന്ന് ഓൺലൈനിൽ പരിശീലനം നേടിയ അടച്ചിട്ട മുറികളിൽ തീവ്രവാദത്തിന്റെ ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്ത 4 യുവ ഡോക്ടർമാർ. വെളുത്ത കോട്ടുകൾ, ക്ലിനിക്കുകൾ, മെഡിക്കൽ ഐഡികൾ എന്നിവ മറയാക്കി ഡൽഹി, NCR, സഹാറൻപൂർ, നൂഹ് എന്നിവിടങ്ങളിൽ രഹസ്യ ബോംബ് നിർമ്മാണം. ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനായ ഡോക്ടർ ഉമർ മുഹമ്മദാണ് സംഭവത്തിന്റെ മുഖ്യ സൂത്രധാരൻ. ഉമർ നബി വെറും 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കാൻ അമോണിയം നൈട്രേറ്റ്, പെട്രോളിയം, ഓയിൽ, സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചു. സ്ഫോടന സ്ഥലത്ത് ഉപയോഗിച്ച I-20 കാറിന്റെ 60% നിന്നും അമോണിയം നൈട്രേറ്റ് നേരിട്ട് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെടുത്തു. ഫോറൻസിക് സംഘങ്ങൾ സംഭവസ്ഥലത്തു നിന്ന് നേർത്ത വയറുകളും പെട്രോളിയം എണ്ണയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു. ഖനന പ്രവർത്തനങ്ങളിൽ സ്ഫോടനാത്മക വസ്തുക്കൾ സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് അന്വേഷകർ അഭിപ്രായപ്പെടുന്നു. അമോണിയം നൈട്രേറ്റ്, പെട്രോളിയം ഓയിൽ, സ്ഫോടനാത്മക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് ഉമർ ബോംബ് തയ്യാറാക്കിയതെന്ന് തെളിവുകൾ ശക്തമായി സൂചിപ്പിക്കുന്നു. വെറും 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ സ്ഫോടനത്തിനായി ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് വിദഗ്ധരും അവകാശപ്പെട്ടു. പകൽ സമയത്ത് മാന്യതയുടെ മുഖംമൂടി അണഞ്ഞ് സ്റ്റെതസ്കോപ്പും കഴുത്തിൽ തൂക്കി മുഖത്ത് പുഞ്ചിരിയോടെ നടന്ന ചെന്നായ്ക്കൾ. രാത്രിയുടെ മറവിൽ ഇവർ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തു. 4 യുവ ഡോക്ടർമാരുടെ ഒരു ചെറിയ സർക്കിളായി ആരംഭിച്ചത് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും സങ്കീർണമായ തീവ്രവാദ ഭീകര മോഡ്യൂളുകളിൽ ഒന്നാണെന്ന് തുറന്നു കാണപ്പെട്ടിരിക്കുന്നു. ജമ്മു കാശ്മീർ മുതൽ ഡൽഹി, NCR, ഹരിയാന, ഉത്തർപ്രദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന ബോംബ് നിർമ്മാണ യൂണിറ്റിന് മറയായത് ക്ലിനിക്കുകൾ, ക്ലാസ് മുറികൾ, മെഡിക്കൽ ഐഡികൾ എന്നിവ. ഇത് ഡോക്ടർ മോഡ്യൂൾ എന്ന പൂർണ്ണമായും മെഡിക്കൽ പ്രൊഫഷണലുകൾ ഉൾപ്പെട്ട ഭീകര സെല്ലിന്റെ ഉൾക്കഥ. മനുഷ്യജീവന് രക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത ഡോക്ടർമാർ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു ഹാൻഡ്ലറുടെ കയ്യിലെ രഹസ്യ ബോംബ് ഫാക്ടറിയായി എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്നതിൻ്റെയും കഥയാണ് ഇത്. മെഡിക്കൽ വിദ്യാർത്ഥികളെയും യുവ ഡോക്ടർമാരെയും റാഡിക്കൽ അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് പ്രത്യയശാസ്ത്രജ്ഞരുമായി ബന്ധിപ്പിക്കുന്ന അസാധാരണമായ സംഭാഷണങ്ങൾ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ചുരുളഴിയാൻ തുടങ്ങിയത്. ഒടുവിൽ അവർ ചെന്നെത്തിയത് അടുത്ത ബന്ധമുള്ള ഒരു കൂട്ടം ഡോക്ടർമാരിലായിരുന്നു. ഡോക്ടർ മുസമിൽ ഗനായി എന്ന ഭീകര നേതാവ്, ഒപ്പം ഡോക്ടർ ഉമർ നബി, ഡോക്ടർ മുസാഫിർ, ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ. മെഡിക്കൽ കോളേജുകളിലെ പഠനത്തിലൂടെയും പ്രൊഫഷണൽ ജീവിതത്തിലൂടെയും 4 പേരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. മുസമിലും ഉമറും അടുത്തടുത്ത താമസക്കാരായിരുന്നു. ഷോപ്പിയാനയിലെ ഒരു മതപുരോഹിതനും ആ പ്രദേശത്ത് ആദരണീയനുമായ ഒരു ഹാഫിസ് പണ്ഡിതനുമായ ഇർഫാൻ വാഗെ രംഗപ്രവേശം ചെയ്തതോടെയാണ് ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടായത്. ഒരു മെഡിക്കൽ കൺസൾട്ടേഷനിടെയാണ് അദ്ദേഹം ഡോക്ടർ മുസമ്മിലുമായി ആദ്യം കാണുന്നത്. ആ കൂടിക്കാഴ്ച മുസമ്മിൽ, ആദിൽ, മുസാഫിർ എന്നിവർ ഉൾപ്പെട്ട ക്ലോസ്ഡ് സർക്കിൾ റാഡിക്കലൈസേഷൻ സെഷനുകളുടെ പരമ്പരയ്ക്ക് വഴി തുറന്നു. വാഗയുടെ സ്വാധീനം നിർണായകമായിരുന്നുവെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു. അയാളുടെ പ്രത്യയശാസ്ത്രപരമായ ഭീകരവാദത്തിന്റെ നട്ടെല്ലായിരുന്നു. സായുധ ജിഹാദിന് ഇടം, ആഖ്യാനം, മതപരമായ ന്യായീകരണം എന്നിവ നൽകിയത് വാഗെ തന്നെ. 2021 അവസാനത്തോടെ ആ സംഘം പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇന്ത്യയിൽ അൻസാർ ഗസ്വത്തുൽ ഹിന്ദ് പുനരുജ്ജീവിപ്പിക്കാൻ മുസമ്മിൽ സ്വയം പ്രതിജ്ഞാബദ്ധനായിരുന്നു. മറ്റുള്ളവരെ പ്രവർത്തനക്ഷമമായ നടപടികളിലേക്ക് തള്ളിവിടുകയായിരുന്നു. ശ്രീനഗറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാലത്താണ് മൗലവി ഇർഫാൻ എന്ന മതപണ്ഡിതൻ ഇവരെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നത്. മൗലവി ഇർഫാൻ ഈ സംഘത്തിന് ഗസ്വത്തുൽ ഹിന്ദ് പോലുള്ള തീവ്രവാദ ആശയങ്ങൾ പരിചയപ്പെടുത്തിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2022 ഒക്ടോബറിൽ 4 പേരും ഒരു രഹസ്യയാത്ര ആരംഭിച്ചു. അവർ തുർക്കിയിലേക്ക് പോയി. അവിടെ ഏകദേശം 15 ദിവസം താമസിച്ചു. ഔദ്യോഗികമായി അൻസർ എന്ന ഭീകര സംഘടനയിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും സുരക്ഷാ നിയന്ത്രണങ്ങൾ കാരണം അവർക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ കഴിയാത്തതിനാൽ തുർക്കി അഫ്ഗാൻ കവാടത്തിൽ അവരുടെ പദ്ധതി തകർന്നടിഞ്ഞു. അവർ ഇന്ത്യയിലേക്ക് മടങ്ങിയെങ്കിലും രാജ്യത്തിനുള്ളിൽ ജിഹാദ് നടപ്പിലാക്കാൻ കൂടുതൽ ദൃഢനിശ്ചയം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് അവർ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് സമീപം നിലയുറപ്പിച്ച ജെയ്ഷെ ബന്ധമുള്ള മുതിർന്ന നേതാവായ അബു ഉകാസയുമായി ബന്ധപ്പെടുന്നത്. നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്നിവയെ ഇവരുമായി ബന്ധപ്പെടുത്തിയത് ഉകാസ ആണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉഗാസയുടെ വാക്കുകൾ വളരെ ലളിതമായിരുന്നു. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് വരേണ്ടതില്ല.
ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ പരിശീലിപ്പിക്കും. IEDകൾ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, സംഭരണ ലിസ്റ്റുകൾ, സംഭരണ മറച്ചുവെക്കൽ തന്ത്രങ്ങൾ, സ്ഫോടക വസ്തുക്കൾ സംയോജിപ്പിക്കുന്ന വീഡിയോകൾ, എൻക്രിപ്റ്റ് ചെയ്ത PDF-കൾ എന്നിവ ഉഗാസ 4 ഡോക്ടർമാർക്കുമായി അയക്കാൻ തുടങ്ങി. പൂർണ്ണ സ്പെക്ട്രം ബോംബ് നിർമ്മാണം പരിശീലനം റിമോട്ടായി ലഭിച്ചതാണ് ഈ മോഡ്യൂൾ. 2023 തുടക്കത്തോടെ ഡോക്ടർമാർ സമാന ചിന്താഗതിക്കാരുമായി ചേർന്ന് ശൃംഖല കെട്ടിപ്പടുക്കാൻ തുടങ്ങിയിരുന്നു. ഫരീദാബാദ്, സഹാറൻപൂർ, ഡൽഹി, NCRന്റെ പ്രാന്തപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ അവർ ഹബ്ബുകൾ സൃഷ്ടിച്ചു. അവരുടെ സംഭരണ രീതി അതിശയകരമാംവിധം ലളിതമായിരുന്നു. സോനേപത്ത്, ഗുഡ്ഗാവ്, സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ കടകളിൽ നിന്ന് അവർ അമോണിയം നൈട്രേറ്റ്, പൊട്ടാഷ്, മറ്റ് രാസവസ്തുക്കൾ എന്നിവ ചെറുതും ശ്രദ്ധിക്കപ്പെടാത്തതുമായ ചെറിയ ചെറിയ ബാച്ചുകളായി വാങ്ങിവെച്ചു. ചില കടയുടമകൾ അവരെ ചോദ്യം ചെയ്തു. പക്ഷേ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സംഘം അവരുടെ മെഡിക്കൽ ഐഡന്റിറ്റി കാർഡുകൾ ഉയർത്തിക്കാണിച്ചു. ഡോക്ടർമാർ എന്ന ലേബൽ അവർ പരമാവധി ഉപയോഗിച്ചു. സെഷൻ ആപ്പ് എന്നറിയപ്പെടുന്ന എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് ഡോക്ടർ ഉമറും അറസ്റ്റിലായ ഭീകരരും ഉഗാസയുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. അമോണിയം നൈട്രേറ്റ് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾക്ക് ഷിപ്മെന്റ്, പാക്കേജ് എന്നീ കോഡ് വാക്കുകളാണ് ഇവർ ഉപയോഗിച്ചത്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ കൈമാറുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഈ ആപ്പ് ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു. തയ്യാറെടുപ്പുകളുടെ വ്യാപ്തി സ്ഥിരീകരിച്ചുകൊണ്ട് പിന്നീട് ചില സ്ഫോടക വസ്തുക്കൾ സംഘവുമായി ബന്ധമുള്ള ഒരു വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു. ഉമർ നബിയുടെ നീക്കങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഒക്ടോബർ 30-ന് ഉമർ നബി അൽഫല ക്യാമ്പസിൽ നിന്ന് I-20 കാറിൽ പുറപ്പെട്ട് ന്യൂഹിലേക്ക് പോയി. തിങ്കളാഴ്ച പുലർച്ചെ 1:36-ന് ഫിറോസ്പൂർ ജിർക്ക ടോൾ പ്ലാസ കടന്ന് ഡൽഹിയിലേക്ക് മടങ്ങി. ഒക്ടോബർ 18-ന് ശ്രീനഗറിലേക്ക് യാത്ര ചെയ്തതായും ഒക്ടോബർ 24-ന് തിരിച്ചെത്തിയതായും ട്രാക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ 2 ഫോണുകൾ കാശ്മീരിൽ തന്നെ ഉപേക്ഷിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിനുള്ള സ്ഫോടക വസ്തുക്കളും മറ്റു വസ്തുക്കളും അവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ഏജൻസികൾ വിശ്വസിക്കുന്നതിനാൽ ന്യൂഹിനെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ ഉമറുമായി ബന്ധമുള്ളതായി സംശയിക്കപ്പെടുന്നവർക്ക് ജില്ലയുമായി ശക്തമായ ബന്ധവുമുണ്ട്. ഒക്ടോബർ 30-ന് അയാൾ അൽഫല ക്യാമ്പസിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി. മോഡ്യൂൾ പതിവായി ഉപയോഗിച്ചിരുന്ന അതേ I-20 കാർ ഉപയോഗിച്ച് ന്യൂഹിലേക്ക് വണ്ടിയോടിച്ചു. പുലർച്ചെ 1:36-ന് ഫിറോസ്പൂർ ചാർക്ക ടോൾ പ്ലാസ കടന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങുന്നത് CCTV ദൃശ്യങ്ങളിൽ കാണാം. ഒരു മീറ്റിംഗ് പോയിന്റും ഒരുപക്ഷെ ഒരു സ്റ്റോറേജ് ലൊക്കേഷനുമായിരുന്നെന്നും ഉമർ നബിയുടെ ഫോൺ ഡംപ് അയാളുടെ നീക്കങ്ങളാരും മനസ്സിലാക്കാതിരിക്കാനും ആയിരുന്നു. ഏജൻസികൾ ഒടുവിൽ കണ്ടെത്തിയത് ഡോക്ടർമാർ നടത്തുന്ന ഒരു ഭയാനകമായ ബോംബ് നിർമ്മാണശാലയായിരുന്നു. ഡൽഹി NCRൽ ചിതറിക്കിടക്കുന്ന സ്ഫോടക വസ്തുക്കൾക്കിടയിൽ കണ്ടെത്തിയത് ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ല് ലക്ഷ്യമിട്ട് ജെയ്ഷെ നടത്തിയ ഗൂഢാലോചനയുടെ നേർക്കാഴ്ചകൾ. മാളുകൾ, ആശുപത്രികൾ, സാമ്പത്തിക കേന്ദ്രങ്ങൾ, പ്രധാന പൊതുയിടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു വലിയ ബ്ലൂ പ്രിന്റിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. മാസങ്ങൾ നീണ്ട നിരീക്ഷണവും ഡിജിറ്റൽ ട്രാഫിക്കും 1ലധികം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങളും ശേഖരിച്ചാണ് NIA ഉൾപ്പെട്ട സംഘം മുന്നോട്ടു പോയത്. ജമ്മു കാശ്മീരിലെ ഖാസിഗുഡിൽ നിന്ന് ഡോക്ടർ ആദിലിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മറ്റ് ഡോക്ടർമാരുടെ പങ്ക് ശ്രദ്ധയിൽപ്പെട്ടു. ഗൂഢാലോചനയുടെ വ്യാപ്തി മാത്രമല്ല, ഗൂഢാലോചനക്കാരുടെ പ്രൊഫൈലും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഏറ്റവും ഞെട്ടിച്ചിരുന്നു. അവരെല്ലാം വിദ്യാസമ്പന്നരും മനുഷ്യജീവൻ രക്ഷിക്കുന്നതിൽ പരിശീലനം നേടിയവരും പ്രതിജ്ഞയെടുത്തവരും പ്രാദേശിക സമൂഹത്തിൽ വിശ്വാസയോഗ്യരുമായിരുന്നു. എന്നിട്ടും അവർ തങ്ങളുടെ കഴിവുകളും പ്രാപ്യതയും ഉപയോഗിച്ച് ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തു. സമീപ വർഷങ്ങളിൽ ഇതാദ്യമായാണ് ഒരു സംഭവത്തിൽ പ്രധാന പ്രത്യയശാസ്ത്ര പ്രവർത്തകർ മെഡിക്കൽ പ്രൊഫഷണലുകൾ ആകുന്നത്. പുരോഹിത ഡോക്ടർ ശൃംഖലയിലൂടെയാണ് തീവ്രവാദം നടന്നത്. ദേശീയ തലസ്ഥാന മേഖലയ്ക്കുള്ളിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തമായൊരു ശൃംഖല സൃഷ്ടിക്കപ്പെട്ടതിനാൽ ബോംബ് നിർമ്മാണ പരിശീലനം പൂർണ്ണമായും ഓൺലൈനിൽ നൽകി. NIAയുടെ ദ്രുത നടപടിയിലൂടെ ഒഴിവായത് വൻ ദുരന്തം. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാപ്പകൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ഏജൻസികൾ, സുരക്ഷാ സേനകൾ, നിയമപാലകർ എന്നിവരുടെ അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിലുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.